ആളുകളെ വഴിതെറ്റിക്കുന്ന പണ്ഡിതന്മാർ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇവിടെ നൗഷാദ് ഹസനി പറഞ്ഞത് ആളുകളെ വഴിതെറ്റിക്കുന്ന പണ്ഡിതന്മാർ എന്നാണ് പറഞ്ഞത്. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതാണ് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് ഈ നൗഷാദ് ഹസനി, അതുപോലെ തന്നെ നൗഷാദ് ഹസനിയുടെ കൂടെയുള്ള കുഞ്ഞു മുഹമ്മദ്, അതുപോലെ അബ്ദുസ്സമദ് അൻവരി, ഈ മൂന്ന് മുസ്ലിയാക്കന്മാരെ വേറൊരു മുസ്ലിയാർ, അയാളുടെ പേരും അയാളുടെ ഫോൺ നമ്പറും ഒക്കെ ആ ഒരു വീഡിയോൻ്റെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അദ്ദേഹം പറയുന്ന, വിമർശിക്കുന്ന ഭാഗമാണ് ഇനി നമുക്ക് കാണാനുള്ളത്. എന്നിട്ട് ഇപ്പോൾ നൗഷാദ് ഹസനി ഇപ്പോൾ ഇത്ര നല്ല സാധനമൊന്നുമല്ല, ഖുറാഫാത്ത് പറയുന്നതിൽ, ബിദ്അത്തായ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിൽ, ഷിർക്ക് പ്രചരിപ്പിക്കുന്നതിൽ ഒന്നാം സ്ഥാനം തന്നെയാണ്. എന്നാൽ അയാളെ കുറ്റം പറഞ്ഞത് ആരാന്നറിയോ? ചെറുവരലില്ലാത്തവനെ കുറ്റം പറയുന്നത് ഒരു കയ്യന്നല്ലാത്തവനാണ്. കേട്ടോക്കാ നിങ്ങൾ. ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും വൃത്തികെട്ട ജന്മങ്ങൾ ഏതാന്ന് ചോദിച്ചാൽ ഞാൻ 3 തലക്കെട്ടുകാരെ കാണിച്ചു തരാം. ഒരുപക്ഷെ നിങ്ങളും ഇവരുടെ വീഡിയോകൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അദ്ദേഹം കാണിക്കുന്നത് ഹൗ വല്ലാത്ത ജാതി കറാമത്ത് അമീർ ഒതുക്കുങ്ങൽ എന്നുള്ള ആ ഒരു വീഡിയോ ആണ്. ആ വീഡിയോയ്ക്ക് തമ്പനയിൽ ഉണ്ടാക്കിയത് മൻസൂർ മണ്ണാർക്കാടാണ്. അതിൽ സംശയിക്കൊന്നും വേണ്ട. ഇത് റിയാക്റ്റിംഗ് വീഡിയോസിൽ വന്ന വീഡിയോയ്ക്ക് നമ്മളുണ്ടാക്കിയ തമ്പനയിലാണ്. അതിൽ നൗഷാദ് ഹസനിയുടെ മുകൾ ഭാഗത്ത്, തലയുടെ മുകൾ ഭാഗത്തുള്ളത് റിയാക്റ്റിംഗ് വീഡിയോസിൻ്റെ ഈ ചാനലിൽ ഉള്ള ആ എംബ്ലം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു തമ്പനയിലാണ് അദ്ദേഹം എടുത്തിട്ട് 3 ആളെ കാണിച്ചിട്ടുള്ളത്. അല്ലാണ്ട് പേരെടുത്ത് ഈ 3 ആളെ ഒരുമിച്ച് കാണിക്കാനുള്ള ഫോട്ടോ പോലും ഇല്ല എന്നുള്ളതാണ്. അത് മറ്റൊരു കാര്യം. എന്തോ ആട്ടെ, പറയും മൂല്യരെ സലീം അസരി അല്ല, നമ്പറൊക്കെ കണ്ടിട്ടില്ലേ? ഒന്ന് വിളിച്ച് സംസാരിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. കണ്ടവർക്കൊക്കെ അക്ഷരം തെറ്റാതെ അങ്ങനെ തന്നെ പറയേണ്ടി വരും. അല്ല, അതിപ്പോൾ ഈ കൂട്ടത്തിനൊക്കെ ഈ പോരാട്ടക്കെട്ടിൽ ഇപ്പോൾ ചുയലി അബ്ദുള്ള മൗലവിയെ പോലെയുള്ള കുറച്ച് ആളുകളാണ് ഈ കെട്ടും കെട്ടി നടന്നിട്ട് തൗഹീദ് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ ബിദ്അത്തും ഖുറാഫാത്തും ഈ കുഫറും പറഞ്ഞുകൊണ്ട് തന്നെ നടക്കണേ, സംശയമൊന്നുമില്ല. അതിലിപ്പോൾ നിങ്ങളും കണക്കാണേ, നിങ്ങളെ കൂട്ടത്തിലുള്ള ഒക്കെ കണക്കാണ്. തെളിയിച്ചു തരാം, പറ. ഒരു വീഡിയോ മില്യൺ കണക്കിന് ആളുകളാണ് കണ്ടിട്ടുള്ളത്. എവിടെയാണ് അതൊക്കെ ഷെയർ ചെയ്യുന്നത് എന്നറിയോ? യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും ചാനലുകളിലും ഗ്രൂപ്പുകളിലുമൊക്കെയാണ്. കണ്ടന്റ് ഉഷാറായതുകൊണ്ടല്ല, അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്രമാത്രം മോശക്കാരനായി അവതരിപ്പിക്കുന്ന മറ്റൊരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എവിടെയാണ് ഷെയർ ചെയ്യുന്നത് അറിയാമോ? അത് നിരീശ്വരവാദികളുടെയും യുക്തിവാദികളുടെയും ഓല് ഇത് നല്ലോണം ഷെയർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ പോയത്തക്കേട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നിരീശ്വരവാദികളായ ആളുകൾ ഈ മുസ്ലിയാക്കന്മാരെ എടുത്തിട്ട് റോസ്റ്റ് ചെയ്യണത് കാണുന്നതിനേക്കാൾ നല്ലത് നിരീശ്വരവാദികളൊന്നും അല്ലാതെ ഏകദൈവ വിശ്വാസികളായ ഇതുപോലെയുള്ള ആളുകൾ വ്യക്തമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വഹദാനിയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തും അത് മുൻനിർത്തിക്കൊണ്ട് തന്നെ, അതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞുകൊണ്ട്, ഏത് നിരീശ്വരവാദി എക്സ് മുസ്ലിമും അല്ല, മുസ്ലിമായിട്ടുള്ള ഞങ്ങൾ പറയലുണ്ട്, ഞങ്ങൾ ട്രോളലുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു തുറാബോ ഒരു തങ്ങൾ പറയണ്ടായി, കറാമത്ത് ചൂഷണം എന്ന ആ ഒരു ചാനൽ സംബന്ധമായിക്കൊണ്ട്, കറാമത്ത് ചൂഷണം എന്ന ചാനലിനെതിരെ അദ്ദേഹം ചെറിയൊരു വിഷമം കുറച്ച് മുമ്പ് പറഞ്ഞാണ്. നമുക്കൊന്നും കൂടി കേൾക്കാം. കറാമത്ത് ചൂഷണം എന്ന വാട്സപ്പ് ഗ്രൂപ്പ്, ചാനലല്ല ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് നടത്തുന്നത് നിഷാദ് മുണ്ടേരി എന്ന സുഹൃത്തും അതുപോലെ തന്നെ മൊയ്തീൻ കാലിക്കറ്റ് എന്ന മറ്റൊരു സുഹൃത്തും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഫോൺ നമ്പറും ഇതിൻ്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ആഡ് ആവുക. നിരവധി വീഡിയോസ്, ഉപകാരപ്രദമാവുന്ന വീഡിയോസ്, ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ 99% കറാമത്ത് ചൂഷണം വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന വീഡിയോകൾ തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം കൂടിയും കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണുള്ളത്. കറാമത്ത് ചൂഷണം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അതിൽ വരുന്ന വീഡിയോകൾ പല ആളുകളും എനിക്ക് വീണ്ടും അയച്ചു തരാറുണ്ട്. ദയവ് ചെയ്തിട്ട് അത് നിങ്ങൾ വീണ്ടും അയച്ചു തരേണ്ടതില്ല. അത് അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ അവർ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്കത് വന്നുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ അവരുടെ ടെലഗ്രാം ചാനലിൽ അവരത് അപ്ലോഡ് ചെയ്യാറുണ്ട്. അതും ആ നിമിഷം തന്നെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം പറയുവാനുള്ളത്, നിഷാദ് മുണ്ടേരിയുടെയും അതോടൊപ്പം മൊയ്തീൻ കാലിക്കറ്റിൻ്റെയും ഫേസ്ബുക്ക് ഫ്രണ്ടുമാണ് ഞാൻ. അപ്പോൾ ആ വീഡിയോസ് നമുക്ക് അവർ ചെയ്യുന്ന ആ സമയം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ അയച്ചു എന്ന് എഴുതിയിട്ട് എനിക്കതൊരു ബുദ്ധിമുട്ടല്ല. പരമാവധി കറാമത്ത് ചൂഷണം ഗ്രൂപ്പിൻ്റെ വീഡിയോകൾ വീണ്ടും അയക്കാതിരിക്കുക. ഏതായാലും എന്താണ് ഈ തങ്ങൾ പറയണത് നോക്കുക. ഈ തങ്ങൾ തുറാബങ്ങളാണോ ഇനി ബയ്യാറല്ല തുറാബങ്ങൾ കേൾക്കാം. ചില ആളുകൾ
എങ്ങനെ ഇതൊക്കെ പൂട്ടിക്കെട്ടാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണ്. കറാമത്ത് ചൂഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ക്ലിപ്പ് ഇങ്ങനെ വിടുകയാണ്. ഓരോ പ്രസംഗവും അനുഭവങ്ങളും ചരിത്രങ്ങളൊക്കെ കളവാക്കിക്കൊണ്ടും ആളുകളുടെ ഇടയിൽ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ടൊക്കെ അറിവില്ലാത്തവൻ അത് കേൾക്കുമ്പോൾ മനസ്സിലാക്കി, ശരിയല്ലേ ഞാൻ ഇതിനാ പോയത്, ഇനി ഞാൻ പോണില്ല എന്ന്, ശരിയല്ലേ ഞാൻ ഇതിനാ പോയത്, ഇനി ഞാൻ പോണില്ല എന്ന് പല രൂപത്തിലും പ്രത്യക്ഷപ്പെടാൻ ആളുകൾ. ഇതാ പ്രിയമുള്ളവരെ, കറാമത്ത് ചൂഷണം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പർ, 2 നമ്പറാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ വാട്സപ്പിൽ ലഭിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ നമ്പർ മൊയ്തീൻ കാലിക്കറ്റാണ്, രണ്ടാമത്തെ നമ്പർ നിഷാദ് മുണ്ടേരിയാണ്. അള്ളാഹു ഇതൊരു സ്വാലിഹത്തായ അമലായി സ്വീകരിക്കട്ടെ, ആമീൻ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആത്മീയ ചൂഷണങ്ങൾ തുറന്നു കാട്ടുന്നു എന്ന ആ ഒരു ക്യാപ്ഷനോടെ അവർ ചെയ്യുന്ന വീഡിയോകൾ അത് എത്തേണ്ടടത്തൊക്കെ എത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ തങ്ങളെടുത്തിട്ട് അത് പിന്നെ വലിയ വിഷമത്തിലാണ് മൂപ്പർ പറയുന്നത്. ഇനി ഇവിടെ കാണിക്കുവാനുള്ളത് കറാമത്ത് ചൂഷണം വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ വന്ന അല്ലെങ്കിൽ അവരുടെ മറ്റു പ്ലാറ്റ്ഫോമുകളിലൂടെ വന്ന കുറച്ച് സാധനങ്ങൾ. ഇപ്പോൾ നൗഷാദ് ഹസനെ അത്ര നല്ല കുട്ടിയൊന്നുമല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. നൗഷാദ് ഹസനെ കുറ്റം പറയുന്ന ആൾ അത് AP വിഭാഗം സംസ്ഥയുടെ ആളാണ്. അവരുടെ കുറച്ച് മൂലയന്മാർ പറഞ്ഞ കുറച്ച് തള്ളുകൾ, അതിൻ്റെ ഇടയിൽ ഞാൻ പറയാനൊന്നും വരുന്നില്ല, അതിൻ്റെ ഇടയിലും ഇല്ല, അതിൻ്റെ അപ്പുറമില്ല അപ്പുറമില്ല, നിങ്ങളത് കേട്ട് മനസ്സിലാക്കിയും കുറച്ചൊന്നും ഒരു പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. കേട്ടോ കാണി സഹോദരന്മാരെ, യൂസുഫുൽ ജീലാനി തങ്ങള് അല്ലാഹു റബ്ബി ഒരാളെങ്ങനെ സ്റ്റേജിൽ കയറി വന്ന ഒരാൾ അപ്പൊ തന്നെ എന്നോട് ചോദിച്ചു, മൂപ്പർ ഇവൻ ഏതാണ്? ഞാൻ അറിയില്ല പാപ്പ, ഓൻ കള്ളനാട്ടോ. ഉള്ളത് അപ്പം മുഖത്ത് നോക്കി പറയാൻ കഴിയുന്ന ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. മൂപ്പര് വഫാത്താകുന്നതിന് തൊട്ട് മുമ്പത്തെ ഹജ്ജ് ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ആ ഹജ്ജ് സമയത്ത് ബഹുമാനപ്പെട്ടവർ റബ്ബിനോട് ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടതാണ്. പടച്ചോനെ, AP ഉസ്താദ് ഹയാത്തുള്ള കാലത്ത് എന്നെ മരിപ്പിക്കണം. എന്താ മൂപ്പര് ദ്വാരക്കണത്? AP ഉസ്താദ് ഹയാത്തുള്ള കാലത്ത് എന്നെ മരിപ്പിക്കണം. ഉപ്പാപ്പ എന്താ ഇങ്ങനെ ദ്വാരക്കണത്? അപ്പൊ പറഞ്ഞു, ഞാൻ മരിച്ചു എന്ന് കേട്ടാൽ AP ഉസ്താദ് വന്ന് മയ്യത്ത് നിസ്കരിക്കും. ഉസ്താദ് മയ്യത്ത് നിസ്കരിച്ചാൽ ഞാൻ സ്വർഗത്തിലായിരിക്കും. ഉസ്താദ് മയ്യത്ത് നിസ്കരിച്ചാൽ ഞാൻ സ്വർഗത്തിലായിരിക്കും. ഉസ്താദ് മയ്യത്ത് നിസ്കരിച്ചാൽ ഞാൻ സ്വർഗത്തിലായിരിക്കും. അത്രയധികം യതീമക്കളെ വാപ്പയാണ് ഉസ്താദ്. അത്രയധികം അഹ്ലു ബൈത്തിന് മഹബത്ത് വെച്ച ആളാണ് ഉസ്താദ്. ആ ഉസ്താദിന്റെ നാവുകൊണ്ട് എന്റെ മയ്യത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് ഉസ്താദ് ദുആർന്നാൽ എനിക്ക് സ്വർഗം ഉറപ്പാണ്. ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് തന്നെ ആരോ ഫാത്തായി, ഉപ്പാപ്പ ഫാത്തായി. അല്ലാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ, അല്ലാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. തലശ്ശേരിയിൽ ഒരു ഹാജിയാര്, ആ ഹാജിയാർക്കും ഒരു മകളുടെ കൈ ഒന്നായിട്ട് കുഴഞ്ഞു പോയി. സുബ്ഹാനല്ലാഹ്, ഒരു ഭാഗം തളർന്നു പോയി, എഴുന്നേൽക്കാൻ കഴിയാതെ വീൽചെയറിലാണ് നടത്തം. വീൽചെയറിലാണ് ബാത്റൂമിലേക്ക് പോകുന്നത്, വീൽചെയറിലാണ് അടുക്കളയിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. 2 കുട്ടികളുള്ള സഹോദരിയുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞപ്പോ CM മറിയമ്മാനെ വിളിക്കാൻ ആവശ്യപ്പെടുന്നു. CM മറിയമ്മാനെ വിളിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഖുത്ബുൽ ആലമിന്റെ നേർച്ചയിലേക്ക് നേർച്ച വെക്കാൻ ആവശ്യപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, തലശ്ശേരി ടൗണില് വലിയ തുണിഷാപ്പ് നടത്തുന്ന മുനീർ ഹാജിയാണ്. അയാളുടെ ഫോൺ നമ്പർ എന്റെ കയ്യിലുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മുനീർ ഹാജി അതാ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, അതാ 2 ദിവസം കഴിഞ്ഞ് 3ാമത്തെ ദിവസം ഖുത്ബുൽ ആലമിന്റെ മൗലീദ് ചൊല്ലി പെണ്ണ് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പുരട്ടി അങ്ങ് കടന്നപ്പോ വീട്ടിലെ എല്ലാവരും ഉറങ്ങിപ്പോയി, മക്കളും ഉറങ്ങിപ്പോയി. ഭർത്താവ് വിദേശത്ത് കുവൈറ്റിന് ജോലി ചെയ്യുകയാണ്. പറ്റാപ്പാതിര നേരത്ത് കുറ്റാക്കൂരിരുട്ടിൽ ഒരാൾ വന്നിട്ട് കൈ തടവുന്നു. ആരാണെന്ന് ചോദിച്ചപ്പോൾ മറുപടിയില്ല. സുബ്ഹാനല്ലാഹ്, പിറ്റേന്ന് നേരം
വെളുത്തപ്പോൾ കൈ താഴ്ത്തിയ കൈ ഉയർത്താൻ കഴിയാത്ത കൈ, ചലിപ്പിക്കാൻ കഴിയാത്ത കൈയതാ ചലിച്ചു തുടങ്ങുന്നു, ചലിച്ചു തുടങ്ങുന്നു. എന്നെ പേടിച്ചോർക്ക് ഏതും പേടിക്കണ്ട, എന്നെ പേടിച്ചോർക്ക് ഞാൻ കാവലുള്ളവര്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഭ്രാന്താൻ തോന്നുന്നു. ഇന്ത്യ ഭരിക്കുന്നത് സുൽത്താനുൽ ഹിന്ദല്ല, ഇന്ന് ഭരിക്കുന്നത് ഷെയ്ഖുനെയാണ്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഭ്രാന്താൻ തോന്നുന്നു. ഇന്ത്യ ഭരിക്കുന്നത് സുൽത്താനുൽ ഹിന്ദല്ല, ഇന്ന് ഭരിക്കുന്നത് ഷെയ്ഖുനെയാണ്. ഏതായിരുന്നാലും ഇന്നലേക്ക് ലോക ജനങ്ങളുടെ ഉയർച്ചക്കും വളർച്ചക്കും മതിയായ ആത്മീയതയാണ് ചുരുക്കത്തിൽ ഷെയ്ഖുന നേടിയെടുത്തത്. അതിൽ നിന്ന് കുറച്ച് നമ്മക്കും കിട്ടണം എന്നാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചാൽ തരാൻ മുതലുള്ളതാണ് ഇവിടെ ഉള്ള മഹാൻ. ഇറാനാജി സൗദി അറേബ്യയിൽ ഇതാണ് ഇതിന്റെ മുമ്പ് ഞാൻ പറഞ്ഞപ്പോ ഇതിനകത്താക്കിയിട്ട് 4 ഭാഗത്തിന്റെ ഒച്ചപ്പാട് ഓരം കച്ചവടം പറ്റി നമുക്ക് പറയാം. ഞാനിനി കേട്ടു വീരാനാജി ഷെയ്ഖിന്റെ പള്ളിയിൽ നിന്ന് എന്നോട് പറഞ്ഞ സംഭവമായി. അങ്ങനെ മൂപ്പര് അകാരണമായി ജയിലിൽ കയറി കൂടിയപ്പോ മൂപ്പർക്കൊന്നും സന്തോഷം തോന്നി. അയാൾ പറയാ യൂസുഫ് നബിയൊക്കെ ജയിലിൽ കിടന്നു ഇന്നെ ഓല കൂടുതൽ കാക്കാൻ. അപ്പൊ മൂപ്പർക്ക് ഒരു സന്തോഷം തോന്നി ഇറാനാജി പറയാം. പക്ഷെ അങ്ങനെയാണ് 2 ദിവസം ഈ ജയിലിലാണ് നിന്ന് നോക്കുമ്പോൾ പൊറുത്തിക്കേടായി. ജയിലിലല്ലേ മനുഷ്യനായിട്ട് അവനാന്റെ സൗകര്യം പോലെ ഒന്നും നീങ്ങാൻ കഴിയുന്നില്ലല്ലോ. അങ്ങനെയുള്ളൊരു പ്രയാസം വന്നപ്പോ ഇറാനാജി പറയാണ്, ഞാൻ എന്തിനാ നിങ്ങളെത്തിങ്ങനെ വന്നത്, നിങ്ങളെടുത്ത് ഞാൻ എന്തിനേയും വന്നത്, ഞാനിവിടെ ജയിലിൽ കിടക്കുന്ന നിങ്ങൾ കാണില്ല. ഷെയ്ഖുനാനെ വിളിച്ചിട്ട് ചോദിക്കാം, സൗദി അറേബ്യ നിങ്ങൾ കാണില്ല എന്നെ ജയിലിൽ, ഞാനൊരു തെറ്റെന്തോ ചെയ്തത്, എന്റെ മരണം വരെ ഇട്ടോട്ടെ, അത് നിങ്ങൾ കണ്ടാലും നിങ്ങൾ പരിഹരിക്കുകയും ഞാനെന്തോ തെറ്റ് ഞാനെന്തോ തെറ്റ് ചെയ്തു, ഒരു തെറ്റും ചെയ്യാത്ത ഈ ജയിലിൽ എന്തിട്ടാണ് ഇതിനൊക്കെ നിങ്ങൾ പരിഹാരമാക്കി തന്നെ, നിങ്ങളടുത്ത് വന്നിട്ടല്ല ഞാൻ ചോദിച്ചിട്ടല്ല ഇങ്ങോട്ട് പോകുന്നത് എന്ന കൂടിയുള്ളൊരു ഭർത്താവ് പച്ച മലയാളത്തിൽ. ഏതാനും നിമിഷം സമയം കഴിഞ്ഞപ്പോൾ ജയിലിന്റെ ഉള്ളിലേക്ക് ഒരു അറബി കയറിയിരുന്നു. അറബി കയറി വന്ന് ഇറാനാജിന്റെ കൈ നോക്കും ഷെയ്ഖുനെയാണ്. കൈ പിടിച്ച് നേരെ പുറത്തു കൊണ്ടുവന്ന് ഈ ജയിൽ ഇതൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അതിന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി ഇയാളുടെ റിക്കാർഡുകളെല്ലാം എടുത്ത് അത് അങ്ങോട്ട് ക്യാൻസലാക്കി കൈ പിടിച്ച് നേരെ ബീരാനാജിനെ റൂമിൽ കൊണ്ടുപോയി റൂമിലേക്ക് അങ്ങോട്ട് കയറ്റി. അങ്ങനെ പിന്നെ ഷെയ്ഖുനായെ കാണുന്നില്ല. ഇതാണ് മോനെ ആ മുത്ത്.